ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 64 റിവ്യൂ. ഇന്ന് എവിക്റ്റായിരിക്കുന്നത് ജിസൈൽ തക്രാൻ. പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അൺഫെയർ എവിക്ഷൻ. ഏതായാലും പ്രേക്ഷകരുടെ ഇഷ്ടം നേടിക്കൊണ്ടാണ് ജിസൈൽ വിടവാങ്ങുന്നത്. ആര്യനും ഷാനവാസും നവീനും ഒക്കെ കരയുന്നുണ്ടായിരുന്നു ജിസൈൽ പോയപ്പോൾ. ഇന്ന് എപ്പിസോഡിൽ മോഹൻലാലിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടലുകൾ ഒന്നും ഉണ്ടായിട്ടില്ല. വീട്ടുകാരെ പറയുന്നതിൽ ഷാനവാസിനോട് ചോദിക്കുന്നു. ഇനി അപ്പൂപ്പനെ അമ്മൂമ്മയോ പറയാൻ പാടില്ല, ഇനിയൊന്ന് മാറ്റി പിടിക്കാൻ ഷാനവാസിനോട് പറയുന്നു. ഷാനവാസ് പറയുന്നുണ്ട്, അതെന്റെ ഭാഗത്ത് മാത്രമല്ല, ഞാനല്ല ആദ്യം തുടങ്ങിവിട്ടത്, ബിന്നിയാണ് എന്ന് പറയുന്നുണ്ട്. രാവിലെ അടിച്ചു വാരാൻ ബിന്നിയെ വഴക്കുണ്ടാക്കിയതിനെ പറ്റി മോഹൻലാൽ സംസാരിക്കുന്നു. ഷാനവാസിന് സ്പേസ് കൊടുത്തോടെ എന്ന് ബിന്നിയോട് ചോദിക്കുന്നു. ബിന്നി പറയുന്നു, ഞാൻ പലതവണ പോയി പറഞ്ഞു, അവർ സീരിയസുമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ ബിന്നി പറഞ്ഞ് അതിനെ തടയിടുന്നുണ്ട്. ബിന്നിയുടെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ചോദിക്കുന്നു. ഷാനവാസൊക്കെ നല്ല ക്യാപ്റ്റൻസിയാന്ന് പറഞ്ഞ് കൈ പൊക്കുന്നുണ്ട്. ബിന്നിയുടെ മേത്ത് മാവ് കൊണ്ടതിനെ പറ്റി മോഹൻലാൽ ചോദിക്കുന്നു. ഷാനവാസ് പറയുന്നു, കുറച്ച് തുള്ളികൾ മാത്രമേ മേത്ത് കൊണ്ടിട്ടുള്ളൂ എന്നും ബിന്നി അതിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നിസ്സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ബിന്നിയോട് നേരത്തെ ചോദിച്ചിരുന്നു എനിക്ക് ബാത്റൂമിൽ പോകാൻ. ബിന്നി പറഞ്ഞു അവരുടെ ടാസ്ക് കഴിഞ്ഞ് വന്ന് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു എന്ന് ഷാനവാസ്. ടാസ്ക് കഴിഞ്ഞിട്ടും വന്നില്ല. പിന്നെ ആര്യനെ വിളിച്ച് ആര്യനോട് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. പിന്നെ വിന്നി വന്നിട്ട് ക്യാപ്റ്റൻ സൂപ്പറാണെന്ന് പറഞ്ഞാലേ തുറന്നു വിടുകയുള്ളൂ എന്ന് പറഞ്ഞ് ചൊറിഞ്ഞതുകൊണ്ടാണ് ഞാൻ മാവിന്റെ തവി ഒന്ന് തളിച്ച. ശരിക്കും പറഞ്ഞാൽ അതിലൊന്നുമില്ലായിരുന്നു എന്ന്, കുറച്ച് തുള്ളികളെ ബിന്നിയുടെ മേത്ത് കൊള്ളൂ എന്ന് ഷാനവാസ്. ബിന്നിക്ക് തുറന്നു വിടേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ടാസ്ക് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ബിന്നി വന്നത്. അപ്പോൾ ഏതായാലും തുറന്നു വിടുന്നതല്ലേ, അതല്ലേ മര്യാദ. ആദ്യമേ തുറന്നു വിടാൻ പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ സൂപ്പറാണെന്ന് ബിന്നി പറയാൻ പറഞ്ഞിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇത് ടാസ്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് അത്രയും സമയം കഴിഞ്ഞിട്ടാണ് വന്ന് ചൊറിഞ്ഞത്. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അതിന് മൂല കാരണം ബിന്നി തന്നെയാണ്. ഷാനവാസിന്റെ ഭാഗത്തും പ്രശ്നങ്ങളുണ്ട്. ബിന്നി അതിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. മോഹൻലാൽ പറഞ്ഞു ഇതൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ട്, അവർക്ക് മനസ്സിലായോ ആവോ, പ്രേക്ഷകരെ വിശ്വസിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. അനീഷിനെ എന്തുകൊണ്ടാണ് ജയിലിലേക്ക് വിട്ടതെന്ന് മോഹൻലാൽ ചോദിക്കുന്നു. ബെല്ലടിക്കുമ്പോഴേ സ്റ്റോർ റൂമിലേക്ക് പായുകയാണെന്ന് അനുമോളും ബിന്നിയും ഒക്കെ. അവർ പറഞ്ഞു ചപ്പാത്തി വരുത്തുന്നതിൽ വെള്ളം കൂടിപ്പോയത് അംഗീകരിക്കുന്നില്ല, ഇതൊക്കെയാണ് കാരണങ്ങളെന്ന് മോഹൻലാൽ ചോദിക്കുന്നുണ്ട്. പ്രേക്ഷകർ ഇതെല്ലാം കാണുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. ക്യാപ്റ്റൻ നോമിനേഷനിൽ വന്നവർ ആരൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് മോഹൻലാൽ. സ്ത്രീകൾ ക്യാപ്റ്റനായി വരണമെന്ന കാരണം പറഞ്ഞുകൊണ്ടാണോ തിരഞ്ഞെടുക്കേണ്ടതെന്ന് മോഹൻലാൽ ചോദിക്കുന്നുണ്ട്. പ്രകടനം നോക്കിയല്ല തിരഞ്ഞെടുത്തതെന്ന് അനീഷ്. ആദിലിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പണി കൊടുക്കാനാണ് തിരഞ്ഞെടുത്തതെന്ന് പറയുന്നുണ്ട് ആര്യന്. ആദില അല്ലാതെ തന്നെ മടിച്ചാണ്, ഇനി ക്യാപ്റ്റനായാൽ എങ്ങനെയുണ്ടെന്ന് കാണാം. ജിസയിലും ലക്ഷ്മിയും ആദിലയും തമ്മിലുള്ള ക്യാപ്റ്റനാകാനുള്ള ടാസ്ക് ആയിരുന്നു അടുത്ത് നടന്നത്. ഓരോരുത്തർക്കും ഓരോ കളറിലുള്ള റിബൺ ഒരു റോളിലുണ്ട്. അത് അരയിൽ ചുറ്റിയെടുത്ത് അഴിച്ചെടുത്തിട്ട് ആദ്യം അഴിച്ചിരുന്ന ആള് ഓടിച്ചെന്ന് അവിടെ വെച്ചിരിക്കുന്ന കൊടിയെടുത്ത് കുത്തി നിർത്തണം. അങ്ങനെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ലക്ഷ്മിയെ തോൽപ്പിച്ച് ആദിലയാണ് ക്യാപ്റ്റനായത്. ജിസയിലൊക്കെ കറങ്ങി തലറങ്ങി പോവുകയാണ് ചെയ്തത്. വീട്ടിൽ പണിയെടുക്കാത്ത ആദില എങ്ങനെ പണിയെടുപ്പിച്ച് നല്ല ക്യാപ്റ്റനാകുന്നുണ്ടെന്ന് നമുക്ക് കാണാം. അടുത്തത് എവിഷൻ ആയിരുന്നു. ജിസൈൽ, ആദില, നൂറ, നെവിൻ എന്നിവരോട് ആക്ടിവിറ്റി റൂമിൽ വരാൻ പറഞ്ഞു. ബ്ലൈൻഡ് ഫോൾഡ് ഇട്ട് അവരെ നിർത്തിയിട്ട് ബ്ലൂ, ഗ്രീൻ, റെഡ് എന്നീ ലൈറ്റുകൾ മിന്നിത്തെളിയും. ഗ്രീൻ ആകുന്ന ആള് സേവ് ആവും. അങ്ങനെ ആദ്യം ഗ്രീൻ ആയത് നൂറയാണ്. നൂറ സേവായി. പിന്നെ രണ്ടാമത് നെവിനും സേവായി. പിന്നീട് അവശേഷിച്ചത് ആദിലയും ജിസൈലുമായിരുന്നു. അവരുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ അകത്തേക്ക് വിളിക്കാൻ ബിഗ് ബോസ് ആവശ്യപ്പെട്ടു. ആദില വിളിച്ചത് അനുമോളെയും ജിസൈൽ വിളിച്ചത് ആര്യനുമായിരുന്നു. അവർ അവിടെ വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു. അവർ രണ്ടുപേരോടും പരസ്പരം എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നു. അവർ പറഞ്ഞ് സംസാരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ബിഗ് ബോസ് പറയുന്നു അവർക്ക് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടെങ്കിൽ അവിടെ വെച്ച് ലെറ്ററിൽ എഴുതിയിട്ട് അടച്ചു വെച്ചിട്ട് അവരുടെ കൈ കൊടുത്തിട്ട് പുറത്തേക്ക് പോകാൻ പറയുന്നു. പിന്നീട് അവർ രണ്ടുപേരും ബിഗ് ബോസിന്റെ ആളുകൾ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. അനുമോളോടും ആര്യനോടും പ്രധാന വാതിലിന്റെ മുൻപിൽ വന്ന് നിൽക്കാൻ പറയുന്നു. ബാക്കിയുള്ളവർ ബിഗ് ബോസ് ഹൗസിന്റെ വാതിക്കലും. വാതിൽ തുറന്നു വരുന്ന ആൾ സേവ് ആയിരിക്കുമെന്ന് ബിഗ് ബോസ്. എല്ലാവരുടെയും മുഖത്ത് ആകാംക്ഷ. നൂറയുടെ മുഖത്തും വൻ ആകാംക്ഷയും സങ്കടവും. അതാ വാതിൽ തുറന്നു വന്ന് ആദില കയറി വരുന്നു. ഓവർ ആക്ടിങ് ചെയ്ത് ആദിലയെ കെട്ടിപ്പിടിച്ച് കരയുന്ന അനുമോൾ. നൂറ തന്റെ എതിരാളിയായ അക്ബറിനെ കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് കരയുന്നു. അക്ബർ ആശ്വസിപ്പിക്കുന്നുണ്ട് നൂറയെ. ജിസൈൽ ഔട്ടായെന്നറിഞ്ഞ ആര്യൻ നല്ല സങ്കടമുണ്ടായി. ആര്യൻ പതുക്കെ അകത്തേക്ക് പോകുന്നു. കൂടെ ആശ്വസിപ്പിക്കാനായിട്ട് അക്ബറും. ആര്യൻ പതുക്കെ കരഞ്ഞുകൊണ്ട് വാഷ്റൂമിലേക്ക് പോകുന്നു. അവിടെ ഇരുന്ന് കരയുന്നു ആര്യനെ ആശ്വസിപ്പിക്കുന്ന അക്ബർ. വളരെ സന്തോഷത്തോടെ മോഹൻലാലിന്റെ അടുത്തെത്തുന്ന ജിസൈൽ. മോഹൻലാലിന്റെ അടുത്തുനിന്ന് ജിസൈൽ എല്ലാവരോടും യാത്ര ചോദിക്കുന്നു. ആര്യനോട് നന്നായി കളിക്കാൻ പറയുന്നു. ഷാനവാസ് കരയുന്നു എന്ന് പറയുന്നു. കേക്ക് ആ പച്ചക്കറിയുടെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ട് ഷാനവാസ് കരയുന്നു. നെവിന് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നെവിൻ പൊട്ടി കരയുന്നു. എല്ലാവരോടും യാത്ര ചോദിച്ച് ജിസൈൽ സന്തോഷത്തോടെ പോകുന്നു. അനുമോളുടെ പേര് പറഞ്ഞത് നിനക്ക് സങ്കടമുണ്ടോ എന്ന് നൂറയോട് ആദില ചോദിക്കുന്നു. ഏതായാലും അനുമോൾക്ക് ഓവർ ആക്ടിങ് ചെയ്യാൻ ഒരു സ്ക്രീൻ സ്പേസ് ആദില കൊടുത്തു. ജിസൈൽ പോയ സങ്കടത്തിന് നെവിൻ മാറിയിരുന്ന് കരയുന്നുണ്ടായിരുന്നു. സാബുവാൻ ലക്ഷ്മിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന്
തോന്നുന്നു എന്ന് ഷാനവാസ്. ഇനി ഞാൻ അവർക്ക് സ്ക്രീൻ പേസ് കൊടുക്കില്ല എന്നും പറയുന്നു. ജിസൈൽ പോയതിൽ ആര്യനും നെവിനും ഷാനവാസിനും സങ്കടമുള്ളൂ. വേറെ ആർക്കൊന്നും സങ്കടമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അനുമോൾക്ക് ഏതായാലും സന്തോഷമായി കാണും. ആക്ടിവിറ്റി ഏരിയയിൽ ഞാനും നിന്റെ ഫ്രണ്ടല്ലേ, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുമെന്ന് ജിസൈൽ ആദിലേനെ അനുമോൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ പറ്റി കമന്റ് ചെയ്യൂ.